സ്വർണ്ണക്കൊള്ളയിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും SIT അറിയിച്ചു. സിജോ വി ജോൺ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഈ തുടക്കത്തിൽ തന്നെ തന്ത്രി അടക്കം കുടുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം എന്ന് പറഞ്ഞ് തന്ത്രി മാത്രം കുടുങ്ങിയാൽ പോരാ, മന്ത്രിയും കുടുങ്ങണം ഇതിൽ നിന്നാണ്. അത് പ്രധാനമായും കടകംപള്ളിയെ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു അത്തരത്തിലൊരു നീക്കം. ഇപ്പോൾ പോറ്റി പറയുന്നു കടകംപള്ളിയെ അറിയാം, കടകംപള്ളി അത് സമ്മതിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം നിർണായകമാവുകയാണ് ഈ കേസിൽ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു തവണ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ മൊഴി അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുകയാണ്. എന്നാലും അതിനിടെയാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അത് സ്വാഭാവികമായും കടകംപള്ളിക്ക് വലിയ കുരുക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച മൊഴിയാണ് പുറത്തു വരികയും ചെയ്തിരുന്നത്. അതോടൊപ്പമാണ് ചില ആളുകൾക്ക് താൻ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്, വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അത് പല രാഷ്ട്രീയ നേതാക്കൾക്കുമുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥർക്കുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യം സമ്മതിക്കുന്നുണ്ട്. അത് ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചിരുന്നത്. അപ്പോൾ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്തു നിന്ന് താൻ എന്തെങ്കിലും സമ്മാനമോ പണമോ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായം താൻ ചെയ്ത് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യവും കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2017 മുതലുള്ള ബന്ധമുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് ശബരിമലയിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ സ്പോൺസർ എന്ന നിലയിലൊക്കെ വരുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് രണ്ടുപേരും തിരുവനന്തപുരംകാരാണ്. കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരംകാരനാണ്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവനന്തപുരംകാരനാണ്. അങ്ങനെ ഉള്ള ഒരു പരിചയമാണ് ഉള്ളത്. പിന്നീട് പല തവണ കണ്ടിട്ടുണ്ട്. 2 തവണ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് 1 തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് 2 തവണയോളം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും എന്തെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നായിട്ടുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെയും പറഞ്ഞിട്ടില്ല. പരിചയമുണ്ട്, വ്യക്തിപരമായ പരിചയം ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ വന്നിരിക്കുന്ന ചില മൊഴികളുമായി കണക്ട് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകുന്നത് ദേവസ്വം വകുപ്പിനാണെന്നും അത് പിന്നീട് ദേവസ്വം ബോർഡിനെ കൈമാറുകയായിരുന്നുവെന്നാണ് പുറത്തു വന്നിരുന്ന ചില മൊഴികൾ. ആ മൊഴികൾ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും സഹായം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അടക്കം വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ തന്ത്രി അറസ്റ്റിലായപ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഈ തന്ത്രിയിൽ അവസാനിച്ചതിന് കൂടുതൽ ഉന്നതരേക്ക് ഒരു അന്വേഷണം പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. പക്ഷേ കടകംപള്ളി ഒരു തവണ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടകംപള്ളി സൂചിപ്പിച്ചതുപോലെ തന്നെ പോറ്റിയെ അറിയാം, പോറ്റി കണ്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി പ്രതിപക്ഷം ഇത് എങ്ങനെ ഉപയോഗിക്കാനാണ് സാധ്യത? പ്രധാനമായും അടൂർ പ്രകാശ് അടക്കം ഈ കടകംപള്ളിക്കൊപ്പം തന്നെ പോറ്റിയുടെ വീട്ടിലേക്ക് അടൂർ പ്രകാശം പോകാറുണ്ട് എന്നുള്ള മൊഴിയൊക്കെ വരാറുണ്ട്. അയൽവാസി വിക്രമനായരുടെ മൊഴിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലൊരു നീക്കം, അല്ലെങ്കിൽ മന്ത്രിക്ക് പോറ്റിയുമായുള്ള ബന്ധത്തെ, അതുകൊണ്ട് മന്ത്രിക്ക് ഇതിലൊരു പങ്കുണ്ട് എന്ന തരത്തിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. ഇതെങ്ങനെയാണ് അവരെ പ്രതിരോധത്തിലാക്കുക? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെതിരെ പറയുമ്പോഴത്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടുപിടിക്കാം. പക്ഷേ അടൂർ പ്രകാശിന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യുന്നുള്ളത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സാധാരണ ഒരാളല്ല, നല്ല തട്ടിപ്പ് വിവീരനാണെന്നുള്ള അറിയാം. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ വരെ പോയിട്ടുണ്ട്? സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയിട്ടുണ്ട്. ആ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയപ്പോൾ ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? ഇപ്പോൾ UDF കൺവീനർ ആയിരുന്ന അടൂർ പ്രകാശാണ്. അപ്പോൾ അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെക്കുറിച്ച് കടകംപള്ളിയെ സുരേന്ദ്രനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരിച്ച്
കുറച്ച് ഒരു വിരൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ 2-3 വിരൽ കോൺഗ്രസ് നേതാക്കളുടെ നേരെയും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. എന്തായാലും ഈ മൊഴികളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാൻ കോൺഗ്രസും ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ് കുറച്ചും കൂടി ടാക്ടിക്കലായിട്ടുള്ള വഴിയാണ് തേടുന്നത് തോന്നുന്നത്. കാരണം ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാടാണ് SIT സ്വീകരിക്കുന്നതെന്നൊക്കെ രീതിയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ മനഃപൂർവ്വം അടൂർ പ്രകാശിന്റെ കാര്യം മിണ്ടാതിരിക്കുകയും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്.